everyone, welcome to Gboard Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ ജിബോർഡ് 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അതുകൊണ്ട് ക്രിസ്മസ് എക്സാമിന് വളരെ വെയിറ്റേജ് കൂടുതൽ ചാപ്റ്റർ ആണ് 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് അല്ലെ കാർഷിക മേഖലയും പ്രവണതകളും. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാപ്റ്റർ ഫുള്ള് പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിച്ചു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ വലുതാണെങ്കിലും ഇതിൽ ഉദ്ദേശിക്കുന്നത് ഏതാടാ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റം ആണ് അല്ലേ. അതായത് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെ ഘടകങ്ങളുണ്ട്? നാച്ചുറൽ ഫാക്ടേഴ്സ്, പ്രകൃതിദത്ത ഘടകങ്ങളുണ്ട്. എക്കണോമിക് ഫാക്ടേഴ്സ്, സാമ്പത്തിക ഘടകങ്ങളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സ്, സാമൂഹിക ഘടകങ്ങളുണ്ട്. ഗവൺമെന്റ് പോളിസി, സർക്കാർ നയങ്ങളുണ്ട്. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് അഥവാ സാങ്കേതിക ഘടകങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ഫാക്ടേഴ്സ് അഥവാ ഈ ഒരു ഘടകങ്ങളും അതിന് അണ്ടർ വരുന്ന സബ് ഫാക്ടേഴ്സ് അഥവാ ഉപഘടകങ്ങളും പഠിച്ചു വെക്കണം. 2-3 മാർക്കിന് എക്സാമിന് ചോദിക്കും കേട്ടോ. അത് ക്രോപ്പിംഗ് സിസ്റ്റം, വിള സംവിധാനത്തിൽ നമ്മൾ കൃഷി ചെയ്യാൻ പോകുമ്പോൾ ആ പ്രദേശത്ത് നമ്മൾ എന്തൊക്കെ നോക്കും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ആ ഘടകങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തോ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. പിന്നെ മക്കളെ, ഈ ഒരു ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. മോണോ ക്രോപ്പിംഗ്, ഏകവിള കൃഷി. പോളി ക്രോപ്പിംഗ്, ബഹുവിള കൃഷി. പോളി ക്രോപ്പിംഗ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. റട്ടൂൺ ക്രോപ്പിംഗ് അഥവാ റട്ടൂൺ കൃഷി. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ശ്രദ്ധിക്കണോ, ചിലപ്പോൾ എന്ത് ചെയ്യും, മോണോ ക്രോപ്പിംഗ് മാത്രം എക്സാമിന് ചോദിച്ചേക്കണം 2-3 മാർക്കിന് അല്ലേ. എന്താണ് ഈ മോണോ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എ മെത്തഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് വൺ ക്രോപ്പ് അറ്റ് എ ടൈം ഓൺ എ ഫാം. ഒരു കൃഷിയിടത്ത് ഒരു വിള മാത്രം കൃഷി ചെയ്യാം. ഒരു കൃഷി സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഒരു സാധനം മാത്രം കൾട്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മോണോ ക്രോപ്പിംഗ് അഥവാ ഏകവിള കൃഷി. എക്സാമ്പിൾ ഇതൊക്കെയാ, റബ്ബർ, ടീ, ടാപ്പിയോക്ക, തേയിലയും കപ്പയും റബ്ബറൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഫ്രം ദ ഫാം ലാൻഡ് ആൻഡ് ഇതിനൊരു ഒരു പ്രശ്നമുണ്ട്, എന്താ, പെസ്റ്റ് അറ്റാക്ക് കൂടും. അതായത് ലാഭം കൂടുതൽ കിട്ടുമെങ്കിലും കീടങ്ങൾ വന്ന് ആക്രമിക്കാനുള്ള സാധ്യത എന്തിൽ കൂടുതലാണ്? മോണോ ക്രോപ്പിംഗ് അഥവാ ഏകവിള കൃഷിയിൽ. ഇനി മൾട്ടി ക്രോപ്പിംഗ് അഥവാ ബഹുവിള കൃഷിയുണ്ട്. ചിലപ്പോൾ ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക് ഒക്കെ ആയിട്ട് 2 മാർക്ക് ചോദിക്കും കേട്ടോ. ഇതൊക്കെ എന്താടാ, മൾട്ടി ക്രോപ്പിംഗ് അഥവാ ബഹുവിള കൃഷികളാണ്. അപ്പോൾ ഇത് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത് ഏതെങ്കിലും 1-2 ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് മിക്സഡ് ക്രോപ്പിംഗ്, മിശ്രവിള കൃഷി. ഇന്റർ ക്രോപ്പിംഗ്, ഇടവിള കൃഷി. സ്വീക്വൻസ് ക്രോപ്പിംഗ്, തുടർച്ചാ കൃഷി. റിലേ ക്രോപ്പിംഗ്, ക്രോപ്പ് റൊട്ടേഷൻ, വിളപര്യായം. മൾട്ടി ടയർ ക്രോപ്പിംഗ്, ബഹുവിള കൃഷി. ഇത് ഓരോന്നിനും ഉള്ള എക്സാമ്പിൾസ് അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നമുക്ക് ഓരോന്നായി നോക്കാം. മിക്സഡ് ക്രോപ്പിംഗ് ആണ് അല്ലേ. മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, 2 or more crops simultaneously on agricultural land without meaning space between them. 2 സാധനങ്ങൾ കൃഷിയാണ്, അത് വളരെ അടുത്തടുത്ത് കൃഷി ചെയ്യാം. അതിനിടയിൽ ഒരു സ്ഥലം കൊടുക്കാതെ വളരെ അടുത്തടുത്ത് എന്ത് ചെയ്യുന്നു, 2 ക്രോപ്സ് അഥവാ 2 വിളകൾ കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, മിക്സഡ് ക്രോപ്പിംഗ് അഥവാ മിശ്രവിള കൃഷി. അപ്പോൾ ഡ്രൈ ഏരിയാസിലെ വരണ്ട പ്രദേശങ്ങളിലാണ് പൊതുവേ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കൃഷി നമ്മൾ ചെയ്യുക. അപ്പോൾ എന്താ, 2 കൃഷി എന്നുള്ളതിന് ഒന്ന് മോശമായാലും മറ്റേത് ചിലപ്പോൾ എന്ത് ചെയ്യും, ലാഭമാവാനുള്ള ചാൻസ് ഉണ്ട്. മെയ്സ്, ഗ്രൗണ്ട്നട്ട്, ചോളവും നിലക്കടലയും, കോക്കനട്ട് ആൻഡ് PGMP, തെങ്ങും തുവരയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട്. ഇതേപോലെ ഇന്റർ ക്രോപ്പിംഗ് ചോദിച്ചേക്കാം കേട്ടോ. അതായത് ക്രോപ്പിംഗ് സിസ്റ്റം വേർ അനദർ ക്രോപ്പ് ഈസ് കൾട്ടിവേറ്റഡ് ബിറ്റ്വീൻ ദ മെയിൻ ക്രോപ്പ് ഇൻ എ സ്പെസിഫിക് പാറ്റേൺ. മറ്റേത് എന്തായിരുന്നു, നമ്മുടെ മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തടുത്ത് കൃഷിയാണെങ്കിൽ. ഈ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് കൃഷി ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് വിടും, എന്നിട്ട് അടുത്ത് കൃഷി ചെയ്യും. അപ്പോൾ ഒരു കറക്റ്റ് ഒരു അകലം അല്ലെങ്കിൽ കറക്റ്റ് ഒരു സ്പേസ് ഇങ്ങനെ വിട്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന 2 വിളകൾ കൃഷി ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ ക്രോപ്പിംഗ്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ അഥവാ ഉൽപാദനം, കൂടുതൽ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താടാ, നമുക്ക് ഈ വീഡ്സ് ആൻഡ് പെസ്റ്റിലെ കീടങ്ങളും പ്രാണികളൊക്കെ വരുന്നത് നമുക്ക് എന്ത് നൽകുന്നുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് നട്ട് എന്ത് ചെയ്യാണ്, കോട്ടൺ അല്ലെ, അതായത് എന്ത് ചെയ്യാണ്, പരുത്തിയുടെ ഇടയിൽ നിലക്കടല കൃഷി ചെയ്യുന്നത് ഇതിനുള്ള എക്സാമ്പിൾ ആ ഇന്റർ ക്രോപ്പിംഗ് അഥവാ ഇടവിള കൃഷിക്ക്. ഇതേപോലെ സ്വീക്വൻസ് ക്രോപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടും എക്സാമിന് ചോദിച്ചേക്കാം കേട്ടോ. എന്താണ്, മെത്തഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് അദർ ഷോർട്ട് ടൈം ക്രോപ്പ് ഇൻ ദ സെയിം ഫീൽഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹാർവസ്റ്റ് ദ മെയിൻ ക്രോപ്പ്. അതായത് ഒരു ക്രോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെല്ല് കൃഷി ചെയ്യുന്നു. ആ നെല്ല് കൃഷി ചെയ്ത് ഹാർവസ്റ്റ് ചെയ്യുക, അതായത് ആ വിളവെടുത്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ സിസമയോ അല്ലെങ്കിൽ പൾസസോ, അതായത് എള്ളോ അല്ലെങ്കിൽ പയറോ നമ്മൾ എന്ത് ചെയ്തു, കൃഷി ചെയ്യുന്നു. അതായത് നമ്മൾ ഓൾറെഡി പാഡി അഥവാ നെല്ല് കൃഷി ചെയ്തു. ആ നെല്ലിന്റെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെസമയോ അല്ലെങ്കിൽ പൾസസോ എള്ളോ അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളോ എന്ത് ചെയ്യുന്നു, അവിടെ കൃഷി ചെയ്യുന്നു. ഈ ഒരു കൃഷി രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സീക്വൻസ് ഫാമിംഗ് അഥവാ തുടർച്ചാ കൃഷി. അതായത് ഒന്ന് കൃഷി ചെയ്ത് ഉടനെ തന്നെ അടുത്ത് എന്ത് ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പം രണ്ടാമത്തെ വിള കൃഷി എന്ത് ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒരു മുന്നൊരുക്കത്തിന്റെ ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, കൃഷി ചെയ്യാം. അടുത്താണ് റിലേ ക്രോപ്പിംഗ്. എന്താണ്, മെത്തഡ് ഓഫ് ഗ്രോവിംഗ് എ സെക്കൻഡ് ക്രോപ്പ് ഓൺ ദ ഫീൽഡ് ബിഫോർ ഹാർവസ്റ്റ് ഇൻ ദ ഫസ്റ്റ് ക്രോപ്പ്. നമ്മളൊരു എന്ത് ചെയ്യുന്നു,
നമ്മളൊരു പ്ലാന്റെയിൻ വാഴ കൃഷി ചെയ്തു. വാഴൻ്റെ മുകളിൽ ബനാന അഥവാ പിന്നെ വാഴപ്പഴം അല്ലെ, പിന്നെ വാഴപ്പഴം അല്ലെങ്കിൽ പഴം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, അതായത് നമ്മൾ പ്ലാന്റെയിൻ അഥവാ വാഴ നമ്മൾ എന്ത് ചെയ്തു, കൃഷി ചെയ്തു. അതിന് മുകളിൽ ഈ ഒരു ബനാന വാഴപ്പഴം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലെന്ത് കൃഷി ചെയ്യാണ്, അതിലെന്ത് ചെയ്യാണ്, വെജിറ്റബിൾസ് അഥവാ അതിന് ചുറ്റുമായിട്ട് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. അതായത് ഒന്ന് നമ്മൾ കൃഷി ചെയ്തിട്ട് അതിനെ ഹാർവസ്റ്റിംഗ് അഥവാ വിളവെടുപ്പ് നടത്തുന്നതിന് മുന്നേ തന്നെ അതിന് ചുറ്റുമായുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നു, വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. ഇങ്ങനെയുള്ള കൃഷി രീതി നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേ ക്രോപ്പിംഗ്. പിന്നെ അടുത്താണ് ഇത് ക്രോപ്പ് റൊട്ടേഷൻ, മെത്തഡ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ് ഫാമിലീസ് ഓൺ ദ സെയിം ഫീൽഡ് ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ഈച്ച് ക്രോപ്പ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, പൾസസ് ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറൽസിലെ ധാന്യങ്ങളും അതേപോലെ പയറുവർഗ്ഗം എടുക്കുക. ധാന്യം ഒരു ഫാമിലിയാണ്, സെറൽസ് അഥവാ ധാന്യങ്ങൾ ഒരു ഫാമിലിയാണ്, പൾസസ് അഥവാ പയറുവർഗ്ഗങ്ങൾ വേറെ ഫാമിലിയാണ്. നമ്മൾ റൈസ് അഥവാ നെല്ല് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, നെല്ല് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാറ്റഗറി വരുന്നതാ, പിന്നെ സെറൽസ് അഥവാ ധാന്യങ്ങളെ കാറ്റഗറി വരുന്നതാ. സെറൽസ് അഥവാ ധാന്യങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്രോപ്പും വേറൊരു ഫാമിലി അഥവാ പൾസസിന്റെ വിഭാഗത്തിൽപ്പെടുന്ന പീസ് അഥവാ പയറുവർഗ്ഗങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, കൃഷിയാണ്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, റൈസ് അഥവാ പാഡി അഥവാ നെല്ല് കൃഷി ചെയ്യുന്നു. നെല്ല് കൃഷി ചെയ്തതിന് ശേഷം അതിനെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിന് സോയിൽ ഫെർട്ടിലിറ്റി, അതിന്റെ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ട് പോകാതിരിക്കാനും അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീനൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ക്രോപ്പ് അഥവാ പയർ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. ഈ ഒരു രീതി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പരിക്രമണം. അപ്പോൾ ഈ ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി ഒരു ക്രോപ്പ് ഒരു വിള എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ സോയിലിന്റെ ഫെർട്ടിലിറ്റി, മണ്ണിന്റെ ഫലപുഷ്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേറൊരു ഫാമിലി പെട്ടിട്ടുള്ള വേറൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു സാധനം കൃഷി ചെയ്യുന്നു. അതായത് നമ്മൾ റൈസ് അഥവാ പാഡി നെല്ല് കൃഷി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പരിക്രമണം. ഇനി മൾട്ടി സ്റ്റോറേഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ ബഹുനില കൃഷി പറഞ്ഞാൽ എന്താ, മൾട്ടിപ്പിൾ ഹൈറ്റുള്ള. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കോക്കോനട്ട്, പെപ്പർ, അതേപോലെ തന്നെ ജിഞ്ചർ അല്ലേ, അതായത് തെങ്ങ്, ഇഞ്ചി, അതേപോലെ തന്നെ കുരുമുളക്, മൂന്ന് ഹൈറ്റിൽ വളരുന്ന സാധനം. തെങ്ങ് നല്ല ഹൈറ്റാണ്, ജിഞ്ചറൊക്കെ ഒരു ചെറിയ ഹൈറ്റാണ്, ഈ പെപ്പർ എന്ത് ഇങ്ങനെ ഈ ഒരു വള്ളിയായിട്ടാണ് വളരുക. അപ്പൊ ഡിഫറെന്റ് ഹൈറ്റ്, വിവിധ ഹൈറ്റ് അഥവാ വിവിധ ഉയരത്തിലുള്ള ക്രോപ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യാൻ വിചാരിക്കുക. ഡിഫറെന്റ് ഹൈറ്റ് അഥവാ വിവിധ ഉയരത്തിലും അതേപോലെ ഡിഫറെന്റ് സൺലൈറ്റ്, വിവിധ അളവിൽ സൂര്യപ്രകാശവും ഡിഫറെന്റ് എമൗണ്ട് ഓഫ് വാട്ടർ, വിവിധ അളവിൽ വെള്ളവും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുക. ഡിഫറെന്റ് ഹൈറ്റ്, വിവിധ ഉയരമുള്ളത്, ഡിഫറെന്റ് എമൗണ്ട് ഓഫ് സൺലൈറ്റ് റിക്വയർഡ് അല്ലെ, വിവിധ അളവിൽ സൂര്യപ്രകാശം ആവശ്യമുള്ളത്, ഡിഫറെന്റ് എമൗണ്ട് ഓഫ് വാട്ടർ, വിവിധ അളവിൽ വെള്ളം ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അഗ്രികൾച്ചർ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടി സ്റ്റോറേഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി ടയർ ക്രോപ്പിംഗ്. അടുത്തത് റട്ടൂൺ ക്രോപ്പിംഗ് ആണ്. റട്ടൂൺ കൃഷിയാണ്. എന്താണ്, the roots of lower part of the crop left uncut after harvest the crop that was cultivated grows again and produce yield. വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുന്നു. അതിനുശേഷം ഈ ഭാഗത്ത് വീണ്ടും വെള്ളം ഒഴിച്ച് വളർത്തുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഷുഗർ കെയിൻ, കരിമ്പ്. നമ്മൾ കരിമ്പ് കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റട്ടൂൺ ക്രോപ്പിംഗ് ആണെങ്കിൽ കരിമ്പിന്റെ ഒരു ഭാഗം, ഇത്രയും വലിയ കരിമ്പാണെങ്കിൽ ഈ ഭാഗം ഉള്ളിൽ നമ്മൾ വെട്ടിയെടുക്കും. എന്നിട്ട് താഴെ ഒരു ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ബാക്കി വെക്കും. അതിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളവും അതേപോലെ വളവും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ വെള്ളവും വളവും ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, വളർത്തുന്നു. ഇങ്ങനെയുള്ള ഒരു കൾട്ടിവേഷൻ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റട്ടൂൺ ക്രോപ്പിംഗ്. എന്താ വിളിക്കുക, റട്ടൂൺ ക്രോപ്പിംഗ് എന്ന് വിളിക്കുന്നു. ഷുഗർ കെയിൻ അഥവാ കരിമ്പ്, അതേപോലെ സ്പിനാച്ച് അഥവാ ചീരയൊക്കെ നമ്മളിങ്ങനെ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഹാർവസ്റ്റിങ്ങിന് ശേഷം ഒരു ചെറിയ കഷ്ടം അവിടെ എന്ത് ചെയ്യുന്നു, ബാക്കി വെച്ച് നമ്മൾ ചെയ്യുന്ന കൾട്ടിവേഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റട്ടൂൺ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, മോഡേൺ ട്രെൻഡ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ കൾട്ടിവേഷൻ മെത്തേഡ് അല്ലേ. കൃഷി രീതിയിലെ ആധുനിക രീതികളിൽ അല്ലെങ്കിൽ പുതിയ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മോഡേൺ ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ സെക്ടറിലെ കാർഷിക മേഖലയിലെ ആധുനിക പ്രവണതകൾ നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ടോപ്പിക്ക് പഠിച്ചു വെക്കട്ടോ. ഒന്നാമത്താണ് ഇത് റെയിൻ ഷെൽട്ടർ ഫാമിംഗ്. നമ്മൾ ഇതേപോലെ എന്താണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിക്കും. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഹെവി റെയിൻഫോൾ, നല്ല മഴയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൾട്ടിവേറ്റ് ചെയ്യുന്നു അല്ലേ. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഹെവി റെയിൻഫോൾ അഥവാ നല്ല മഴയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെയിൻ ഷെൽട്ടർ ഫാമിംഗ് അഥവാ മഴമറ കൃഷി. അടുത്ത ഏതാണ്, പോളി ഹൗസ് ഫാമിംഗ് അഥവാ പോളി ഹൗസ് ഫാമിംഗ് ആണ്. ഇതൊക്കെ എന്താണ്, ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിലെ നൂതന പ്രവണതകളാട്ടോ. ഈ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യൂറോപ്പിന്റെ പാഠത്തിൽ തുന്ദ്രയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, എക്സ്ട്രീം കോൾഡ്നെസ് അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അത്തരം ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ഈ പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതുപോലെ തിക്കായുള്ള പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മൊത്തം ഏരിയനെ കവർ ചെയ്യും. നല്ല മഞ്ഞുള്ള സ്ഥലത്തൊക്കെ ഇത് കൃഷി ചെയ്യാം. അവിടെ മൊത്തം കവർ ചെയ്തതിനു ശേഷം അതിലേക്ക് ആവശ്യമായ, ഇതിനുള്ളിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായ സൺലൈറ്റ്, സൂര്യപ്രകാശം, വിൻഡ്, കാറ്റ്, വാട്ടർ, വെള്ളമൊക്കെ എന്ത് ചെയ്യാണ്, ആർട്ടിഫിഷ്യലി അല്ലെ മനുഷ്യന്മാർ എന്ത് ചെയ്യാണ്, ഇതിനുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കും. അതായത് ആ ഏരിയനെ മൊത്തം കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, റിക്വയർഡ് ആയിട്ടുള്ള സൺലൈറ്റ്, സൂര്യപ്രകാശം,
വാട്ടർ, വെള്ളം, വിൻഡ്, കാറ്റൊക്കെ എത്തിച്ചിട്ട് അങ്ങനെ നടത്തുന്ന ഒരു കൾട്ടിവേഷൻ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പോളി ഹൗസ് ഫാമിംഗ്. പ്രധാനമായിട്ട് തുന്ദ്ര ടൈഗർ റീജിയനിലൊക്കെ അടുത്ത് കാണാൻ പറ്റുക. അടുത്താണ് എന്ത്? പ്രിസിഷൻ ഫാമിംഗ് കേട്ടോ. ഒരു ക്വസ്റ്റൻ നോക്കി വെച്ചാൽ ക്വസ്റ്റൻ ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല, നമ്മൾ ടോപ്പിക്കാണ് പഠിച്ചു വെക്കേണ്ടത്. പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ക്രോപ്പ്, ഓരോ വിളക്കും ആവശ്യമായുള്ള വാട്ടർ, വെള്ളം ഡിഫറെൻ്റ് ആണ്. ഇപ്പം തെങ്ങിന് ആവശ്യമുള്ള അത്ര വെള്ളം എന്തിന് ആവശ്യം ഉണ്ടാകുന്നില്ല, റൈസ് അഥവാ നെല്ലിന് ആവശ്യം ഉണ്ടാകുന്നില്ല, ജിഞ്ചർ അഥവാ ഇഞ്ചിക്ക് ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ തെങ്ങിന് ആവശ്യമുള്ള അത്ര മാനോസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, വളവും കീടനാശികളും ജിഞ്ചർ അഥവാ ഇഞ്ചിക്ക് ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഓരോ ക്രോപ്പിനും റിക്വയർഡ് ആയിട്ടുള്ള വാട്ടർ, വെള്ളം എത്രയാണ്, മാനുവേഴ്സ് വളങ്ങൾ എത്രയാണ്, സോയിൽ മണ്ണ് എത്രയാണ് എന്നുള്ളത് കറക്റ്റ് കണക്കാക്കുന്നു. ഇത് റിക്വയർഡ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വാട്ടറും മാനുവേഴ്സ് അഥവാ വളങ്ങളും പെസ്റ്റിസൈഡ്സ് അഥവാ കീടനാശികളും എല്ലാം കൃത്യം അളവിൽ ഓരോ ക്രോപ്പിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള എമൗണ്ടിൽ കൊടുക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിസിഷൻ ഫാമിംഗ്. അതായത് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഫാമിംഗ് ആർ പ്രിസൈസ് യൂസ് ഓഫ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്, എഫിഷ്യന്റ് യൂസ് ഓഫ് മെഷീനറി ആൻഡ് ബെറ്റർ മാനേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. അല്ലേ? അതായത് എന്ത് ചെയ്യുന്നു? അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് യന്ത്രങ്ങളുടെ കാര്യക്ഷമ ഉപയോഗം, പോഷകങ്ങളുടെയും കൃത്യമായ ഉപയോഗം, അതേപോലെ കൃഷിഭൂമിയുടെ മെച്ചപരിപാലനത്തിന് ഇതിന് മെച്ചങ്ങളാണ്. എന്ന് വെച്ചാൽ എന്താ? മണ്ണോ വെള്ളമോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ആയി പോകുന്നില്ല. അതിനോടൊരു മെച്ചമാട്ടോ. അടുത്തേതാണ് യെസ്, ഡിജിറ്റൽ ഫാമിംഗ് ആണ്. എന്താണ് ഡിജിറ്റൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജീസ് AI ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ റോബോട്ടുകൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച്, നമ്മൾ പാലക്കാടത്തെ ന്യൂസ് കണ്ടാലേ, ഡ്രോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? പലയിടങ്ങളിലേക്കും എന്തെത്തിച്ചു? സീഡ്സ് അഥവാ വിത്ത് എത്തിച്ചു. അപ്പോൾ ഡ്രോണുകളോ അല്ലെങ്കിൽ റോബോട്ടുകളോ അങ്ങനെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ നടത്തുന്ന ഒരു കൾട്ടിവേഷൻ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ ഫാമിംഗ് അഥവാ ഡിജിറ്റൽ കൃഷി. അടുത്താണ് ഇത് വേർട്ടിക്കൽ ഫാമിംഗ് അഥവാ ലംബ കൃഷി. അല്ലെ? വേർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സിറ്റി ഏരിയാസിൽ, അതായത് ലെസ് ലാൻഡ്, അല്ലെ, വളരെ കുറച്ച് മാത്രം കൾട്ടിവബിൾ ലാൻഡ് ഉള്ള നഗരങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് കൾട്ടിവേഷൻ മെത്തേഡ് ആണ് എന്ത്? വേർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. അത് വേ ടു പ്രൊഡ്യൂസ് സിറ്റീസ് ഡ്യൂ ടു ദ അർബനൈസേഷൻ സ്കാർസിറ്റി ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. അല്ലെ? കൃഷിഭൂമി കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്? വേർട്ടിക്കൽ ഫാമിംഗ് അഥവാ ലംബ കൃഷിയിലെ. അതായത് എന്ത് ചെയ്യുന്നു? ഇതേപോലെ തട്ടാക്കിയിട്ട് അതിൽ മണ്ണും വെള്ളമൊക്കെ കൊടുത്ത് നടത്തുന്ന കൃഷി രീതി നമ്മൾ വിളിക്കുന്ന പേരാണ് വേർട്ടിക്കൽ ഫാമിംഗ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ഏതാടാ? ഓർഗാനിക് ഫാമിംഗ് ആണല്ലേ. എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? റിലൈസ് ഓൺ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, കമ്പോസ്റ്റ്, ഗ്രീൻ മാനേഴ്സ്, ക്രോപ്പ് റൊട്ടേഷൻ മെഷീനറി. അല്ലേ? അതായത് എന്ത് ചെയ്യാടാ? ജൈവ കീടനാശികൾ. നമ്മൾ പലപ്പോഴും കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അല്ലെ, രാസ കീടനാശികളും കെമിക്കൽ മാനേഴ്സ് അഥവാ രാസവളങ്ങളും ഉപയോഗിക്കും. അതിന് പകരം ഓർഗാനിക് പെസ്റ്റിസൈഡ്സും ഓർഗാനിക് മാനേഴ്സും ഈ രാസ കീടനാശികൾക്ക് പകരം ഓർഗാനിക് മാനേഴ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, അല്ലെ, ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും ഉപയോഗിച്ച് നമ്മൾ നടത്തും. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക്, അല്ലെ, കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ പക്ക നമ്മളെ കമ്പോസ്റ്റ്, അതേപോലെ പച്ചില വളങ്ങൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന കൾട്ടിവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷി. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ഫാമിംഗ്, ഇത്രയും തരത്തിലുള്ള മോഡേൺ ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ സെക്ടറിലെ കാർഷിക മേഖലയിലെ ആധുനിക രീതികളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച ടൈപ്സ് ഓഫ് ക്രോപ്പിംഗ് പാറ്റേൺ, അല്ലെ, വിവിധ തരം വിള രീതികളും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കട്ടെ മക്കൾ, നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, പഠിക്കാനായിട്ട് സമയമുണ്ട്. നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. നന്നായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അടിപൊളിയായി ബെസ്റ്റ് റിസൾട്ട് കിട്ടും. എല്ലാം സെറ്റ് അല്ലേ? മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.